ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയെക്കുറിച്ചാണ്. അനേക നൂറ്റാണ്ടുകളായി സഭയിലുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് വിശ്വാസ പ്രമാണം ചൊല്ലി തിന്മയെ ബന്ധിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി രോഗത്തെ ശാസിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രതികൂലത്തിൽ വിജയം നേടുക. എന്നാൽ ഈ തലമുറയിൽപ്പെട്ട മക്കൾക്ക് അതിനെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഈ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് കർത്താവ് നൽകിയ ബോധ്യം അനുസരിച്ച് അനേകം കുടുംബങ്ങളിൽ ഇതിന്റെ വലിയ അത്ഭുതങ്ങൾ കാണുന്നുണ്ട്. നീ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ചെല്ല കൂടുതലായിട്ട്, മനസ്സിലായോ? ഇപ്പൊ വിശ്വാസ പ്രമാണം ഒരു ബന്ധന പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ അത്ഭുത ജപമാലയിലൊക്കെ പലപ്പോഴും വിളിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് 33 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുക. എല്ലാ ദിവസവും ഒരു 12 പ്രാവശ്യമെങ്കിലും വിശ്വാസ പ്രമാണം ചെല്ലുക. ഇനി പ്രത്യേക കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ജോലി തടസ്സം മാറണം, അങ്ങനെയുള്ളവരെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 33 വിശ്വാസ പ്രമാണം കണ്ടിന്യൂസ് ആയിട്ട് ചെല്ലുക. അങ്ങനെ എത്ര ദിവസം ചെല്ലുക? 33 ദിവസം നിയമിച്ചാണ് ചെല്ലുക. നമ്മുടെ പല കാര്യങ്ങളും, കുടുംബ പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, പറമ്പ് വിൽപ്പന, എന്താണെന്ന് വെച്ചാൽ ഏത് ആത്മീയ മേഖല ബ്ലോക്ക്, ഇതൊക്കെ മാറിപ്പോവാൻ കത്തോലിക്ക സഭ സർവശക്തനായ പിതാവും ആകാശത്തിന്റെ ഭൂമിയെ സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ ആ വിശ്വസിക്കുന്നു. യേശുവിലുള്ള ആ വിശ്വാസം അങ്ങനെ ഏറ്റേറ്റ് പറഞ്ഞു നോക്കിയാൽ ഇത് പിശാചിനെ തോൽപ്പിക്കാനും തടസ്സം മാറിപ്പോകാനും വളരെ നല്ലൊരു പ്രാർത്ഥനയാണ്. വിശ്വാസ പ്രമാണ പ്രാർത്ഥനയ്ക്ക് ഇത്രമാത്രം ശക്തി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി തന്റെ വിശ്വാസത്തിന്റെ മുഴുവനും വിഷയങ്ങള് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സഭയിലെ വിശ്വാസ പ്രമാണത്തിലാണ്. നിസ്സാര പവറൊന്നുമല്ല പ്രിയപ്പെട്ടവരെ ഈ വിശ്വാസ പ്രമാണത്തിന്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും, എനിക്കറിയാം എന്നെ ശ്രമിക്കും, നിങ്ങളിൽ പലരും 10ഉം 33ഉം വിശ്വാസ പ്രമാണമൊക്കെ എല്ലാ ദിവസവും ചൊല്ലിയും ചില പ്രത്യേക വിഷയങ്ങള് ഇത്രയും എണ്ണ വിശ്വാസ പ്രമാണങ്ങളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചോളാമെന്ന് നിയോഗം വെച്ച് അങ്ങനെ എല്ലാ ദിവസവും ചില എണ്ണ തിട്ടപ്പെടുത്തിയൊക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, പിശാച് കെട്ടിവെച്ച അവന്റെ ചങ്ങലകൾ അഴിയാൻ എളുപ്പം നീ നിന്റെ വിശ്വാസം പ്രഖ്യാപിച്ചാൽ മതി, വേറൊന്നും വേണ്ട. പിശാചിൽ നിന്നെ വഞ്ചിക്കുമ്പോ യു ഷുഡ് സേ ദാറ്റ് ഐ ബിലീവ് ഇൻ ഗോഡ് ദ ഫാദർ ഓൾമൈറ്റി, ക്രിയേറ്റർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം കൊണ്ട് പ്രഖ്യാപിക്കാൻ തുടങ്ങിയാൽ പിശാചിന്റെ മേൽ അധികാരമെടുത്ത യേശുക്രിസ്തുവിനെ കുറിച്ചും അവന്റെ കുരിശുമരണത്തെ കുറിച്ചും പീഡാസഹനത്തെ കുറിച്ചും അവന്റെ ഉത്ഥാനത്തെ കുറിച്ചും അവന്റെ രണ്ടാം വരവിനെ കുറിച്ചും പ്രിയപ്പെട്ടവരെ സഭയിലുള്ള വിശ്വാസത്തെ കുറിച്ചും അതോടൊപ്പം നിത്യജീവനുള്ള വിശ്വാസത്തെ കുറിച്ചും പാപമോചനത്തിലുള്ള എല്ലാ വിശ്വാസവും നമ്മൾ ഏറ്റുപറയുമ്പോ പിന്നെ പിശാചിന് എങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും? കാരണം അവനിലുള്ള സകല വിശ്വാസങ്ങളും നമ്മൾ തകർത്തെറിഞ്ഞിട്ട് ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുകയാണ്. നിങ്ങളെ തന്നെ കുടുംബവുമായി ബന്ധപ്പെട്ടതോ വ്യക്തി ജീവിതത്തിലൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ ചെയ്യേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദേർ. ഇവിടെ വിശ്വാസ പ്രമാണത്തിൽ അതുണ്ട്. അത് വളരെ ഷാർപ്പായിട്ട്, വളരെ കൃത്യതയോടെ, വളരെ വളരെ ആത്മാവിൽ അതിന്റെ ഓരോ വാക്കുകളും കൃത്യതയോട് ബോധ്യത്തോടു കൂടി ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് പിശാചിനെതിരായ ഒരു ആയുധം തന്നെയാണ്. ബിക്കോസ് യു ആർ കൺഫസിങ് യുവർ ഫെയ്ത്ത്. അതല്ലേ റോമ 10:9 പറയുന്നേ? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും അവന് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. ഈ ഏറ്റുപറച്ചിലുണ്ടല്ലോ അത് ഭയങ്കര പവർഫുള്ളാ. പിശാച് വരയ്ക്കാൻ, പിശാച് വിട്ടൊഴിയാൻ നമ്മൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിന്റെ നാമത്തെ, അവന്റെ രക്ഷാകര ദൗത്യത്തെ, യേശു ക്രിസ്തുവിന്റെ ഐക്യവും പരിശുദ്ധാത്മാവിലുള്ള ഐക്യവും, ഇതങ്ങനെ ത്രിയേക ദൈവത്തിന്റെ ശക്തിയെ നമ്മൾ നേറ്റു പറഞ്ഞാലുണ്ടല്ലോ, സഭയിലുള്ള നമ്മുടെ വിശ്വാസം നേറ്റു പറഞ്ഞാലുണ്ടല്ലോ, നിത്യജീവനിലുള്ള നമ്മുടെ വിശ്വാസം നമ്മൾ കരുത്തോടെ പ്രഖ്യാപിച്ചാലുണ്ടല്ലോ, പിശാചിന് നിൽക്കാൻ പറ്റില്ല.